റബ്ബിനോടെ തേടാവൂ എന്ന് പറയുന്ന മുജാഹിദുകൾ പറയുന്നു, ആ വിഷയത്തിൽ ഞങ്ങളാകുന്നു അഹ്ലുസുന്നയുടെ ആളുകൾ. അമ്പിയാ ഔലിയാക്കളോട് തേടാം, അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ആണെന്ന് പറയുന്ന സമസ്തക്കാർ പറയുന്നു, ഞങ്ങളാകുന്നു അഹ്ലുസുന്നയുടെ ആളുകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒന്നേ ശരിയുള്ളൂ. അതിൽ ശരിയായാൽ തന്നെ മുച്ചൂടം ഒരു 90% നമ്മളെ കാര്യങ്ങൾ ഓക്കെയാണ്. ഇതേ നിലപാട് നമ്മൾ എല്ലാ വിഷയത്തിലും നോക്കിയാൽ സഹോദരങ്ങളെ എല്ലാ തർക്കവും തീരും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ചെല്ലുന്ന മാല, മൗലിദുകൾ, റാത്തീബുകൾ, ഖുതുബിയ്യത്തുകൾ, ഹദ്ദാദുകൾ, ഇതടക്കമുള്ള പദ്യങ്ങളും ഗദ്യങ്ങളും ഇതെല്ലാം സമ്മിശ്രമായതുമൊക്കെ ആലപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്നും അവര് മാത്രമേ അഹ്ലുസുന്നയുടെ ആകുകയുള്ളൂ എന്നും പോലെ എഴുതി വെച്ചിട്ടുണ്ട്. മാല ചെല്ലണം, മൗലൂദ് ചെല്ലണം, റാത്തീബ് ചെല്ലണം, ഹദ്ദാദ് ചെല്ലണം, ഇതൊക്കെ വിശ്വസിക്കണം, ഇതൊക്കെ ആചരിക്കണം. സമസ്തയുടെ മീൻചന്ത പ്രമേയത്തിൽ പുറപ്പെടുവിപ്പിച്ചതെന്താ? ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ ഖാലിയാകാൻ പറ്റുകയുള്ളൂ, അതുപോലെയുള്ള വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ അടിസ്ഥാന വിശ്വാസമാണ്. ഇല്ല എങ്കിൽ അവർ അഹ്ലുസുന്നയുടെ വഴിയിലല്ല. നമ്മുടെ നാട്ടിലെ മങ്കൂസ്, ശറഫുൽ അനാം തുടങ്ങിയ മൗലിദുകൾ, ബൈത്തുകൾ, ഹദ്ദാദുകൾ, പാട്ടുകൾ, മാലകൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആചരിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി എന്നാണ് ആര് പറയുന്നത്? സമസ്തക്കാർ പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ പുത്തൻവാദമാണ്, ഇതൊക്കെ പിൽക്കാലത്ത് കടന്നു വന്നതാണെന്ന് നമ്മൾ പറയുന്നത്. അതിന് ഞങ്ങളെടുത്തുള്ള മാനദണ്ഡം എന്താ? അളവുകോലെന്താ? ലോകത്തിന്റെ പ്രവാചകൻ 2 മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഖുർആനും സുന്നത്തും ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ അത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ആ ഖുർആനും സുന്നത്ത് ഇത് പഠിപ്പിച്ചിട്ടില്ലേ, അത് വലാലത്തിന്റെ വഴിയാണ്. നിങ്ങൾ നോക്കി, ഏറ്റവും പഴക്കമുള്ള മൗലീദ് ഏതാ നമ്മുടെ നാട്ടില്? സമസ്തക്കാരന്റെ പറയാറുള്ളത് എന്താ? ഏറ്റവും പഴക്കമുള്ള മൗലീദിന്റെ പ്രായം വെറും 400 കൊല്ലാണ്. ഏറ്റവും പഴക്കമുള്ള മൗലീദ് എന്ന് പറയുന്നത് മങ്കൂസ് മൗലീദാണ്. 400 കൊല്ലാണ് അതിന്റെ പ്രായം. ഏറ്റവും പഴക്കമുള്ള മാലയായ മുഹിയുദ്ദീൻ മാലയുടെ പ്രായവും അത് തന്നെ. ഇതിനു മുമ്പ് ഒരു മാലയും ഒരു മൗലീദും ഈ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. ശരിയാണല്ലോ. നമ്മുടെ നാട്ടിലെ ആളുകൾ ചൊല്ലുന്ന പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ നാരിയ സ്വലാത്ത്, ആ സ്വലാത്തിന്റെ പ്രായം വെറും 600 കൊല്ലമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ ബുർദ ബൈത്ത് ചെല്ലാറുണ്ട്, ആലപിക്കാറുണ്ട്. ആ ബുർദ ബൈത്തിന്റെ പ്രായം 700 കൊല്ലമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ നബിദിനാഘോഷം കൊണ്ടാടി കഴിഞ്ഞ മാസങ്ങളിൽ. എത്ര അതിന്റെ പ്രായം? 800 കൊല്ലമാണ്. അപ്പൊ നമ്മൾ പറയുന്നു 400ഉം 600ഉം 700ഉം 800ഉം കൊല്ലം മുമ്പ് വന്നതല്ല മോനെ പ്രമാണം. ഇത് അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് കൂട്ടിക്കെട്ടാൻ പറ്റൂല. പ്രമാണമാകണമെങ്കിൽ, സുന്നത്ത് ജമാഅത്ത് ആകണമെങ്കിൽ 1400 കൊല്ലത്തെ പഴക്കം വേണം. ഇതാ മുജാഹിദുകൾ പറയുന്നത്. ആ പഴക്കം ഞങ്ങൾ മങ്കൂസ് മൗലിദിന് കണ്ടില്ല, ആ പഴക്കം ഞങ്ങൾ മുഹിയുദ്ദീൻ മാലക്ക് കണ്ടില്ല, നാരിയ സ്വലാത്തിന് കണ്ടില്ല, അതുപോലെ തന്നെ നബിദിനാഘോഷത്തിന് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ വൃത്തത്തിന്റെ ഉള്ളിൽ അതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ മാറ്റിവെച്ചാൽ മുജാഹിദുകൾ എങ്ങനെ പുത്തൻവാദിയാകും?